സോ ആഫ്റ്റർ 2 ഡേയ്സ് ഇൻ ഡൽഹി ഞങ്ങൾ നേരെ വന്ദേ ഭാരത് പിടിച്ച് ജമ്മുവിലോട്ട് പോയി. അപ്പം ജമ്മുവിൽ ചെന്ന് ഈ 2 ദിവസത്തെ ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ തന്നെ അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. ഇത് അവിടുത്തെ മുകളിലുള്ള ഒരു റെസ്റ്റോറൻ്റാണ് കേട്ടോ, റൂഫ് ടോപ്പിലുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. അവിടുന്ന് ഫുഡൊക്കെ നല്ല വയറ് നിറച്ച് കഴിച്ചു. കാരണം വന്ദേ ഭാരതിൽ ഇരുന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഉറങ്ങിപ്പോൾ അടുത്ത് ലാസ്റ്റ് അവർ കൊണ്ടുവന്ന ഫുഡൊന്നും കഴിച്ചില്ല നമ്മൾ. അങ്ങനെ നമ്മൾ വന്ന് ഫുഡൊക്കെ കഴിച്ചു. വയറൊക്കെ നന്നായിട്ട് നിറച്ച് വന്നിട്ട് പോയി ഒരു അടിപൊളി ഉറക്കം ഉറങ്ങി. നന്നായിട്ടങ്ങ് റെസ്റ്റ് എടുത്തു. അത്ര ക്ഷീണം ഉണ്ടായിരുന്നു. ഇനി ഇവിടെയും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് തിരിച്ചു പോകാനായിട്ട്. ഞങ്ങൾ ഈ പറയുന്ന പോലെ ഒരു ട്രിപ്പ് അങ്ങനെയല്ല വന്നത്, നമുക്ക് വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് വന്നത്. അപ്പം എന്നാലും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് പുറത്തൊക്കെ ഇറങ്ങി ജസ്റ്റ് ഒന്ന് കറങ്ങിയൊക്കെ ചെയ്തു. അപ്പോൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് വൈകി നല്ല ടയേർഡാണ് കേട്ടോ, നല്ല ഉറക്കം കുഞ്ഞ്. ഇതാ കണ്ടില്ലേ, അടിപൊളി ഉറക്കം. ഇവിടുന്ന് വിൻഡോയിലൂടെ നോക്കിയാൽ നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷൻ കാണാം. ഇതാ കണ്ടോ, ഇതാണ് ജമ്മു താവി റെയിൽവേ സ്റ്റേഷൻ. അപ്പം അടുത്തായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇറങ്ങിപ്പോകാം. വണ്ടി വിളിച്ചൊന്നും വരേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് ഇറങ്ങിപ്പോകാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയി ഫുഡൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞല്ലോ. പിന്നെ രണ്ടാമത് മുകളിലൊക്കെ പോയി ഒന്ന് റെസ്റ്റൊക്കെ എടുത്തു. ബാക്കിയുള്ള ലഞ്ചും കഴിച്ചു. എന്നിട്ട് ഇതിൻ്റെ പുറത്ത് പോകുമ്പോൾ നല്ല രസമാണ് കേട്ടോ. കുറേ നേരം ഞങ്ങൾ രാത്രി കുറേ നേരം പോയി ഇരുന്നിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ് കേട്ടോ. ഇതിൻ്റെ പുറത്ത് ഇറങ്ങിയിട്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ സ്പെൻഡ് ചെയ്യാം. വർക്ക് ചെയ്യുന്നവരൊക്കെ കുറേ പേര്, ഓഫീസ് വർക്കൊക്കെ ചെയ്യുന്നവർ അവിടെ വന്നിരിക്കാറുണ്ട് കേട്ടോ. ഏറ്റവും ടോപ്പിലാണിത്. അടിപൊളി വ്യൂ ഒക്കെയാണ് കേട്ടോ. ഇവിടെ നിന്ന് കാണുമ്പോഴത്തേക്ക് നമുക്ക് ഫുള്ള് ജമ്മു കാണാൻ പറ്റും. കണ്ടോ, അടിപൊളിയല്ലേ. ഇത് ഞാനാണെങ്കിൽ ഷോർട്സിൽ ഇടുന്ന രീതിയിലുള്ള വീഡിയോ എടുത്തില്ല കേട്ടോ. അടിപൊളി വ്യൂ ആണ് കേട്ടോ അവിടെ നിൽക്കുമ്പോഴത്തേക്ക്. എന്നിട്ട് ഞാൻ റെഡി ആയി. ഇത് വിച്ചുവിൻ്റെ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. ഞാൻ വെറുതെ അവിടെ ഇട്ടുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് വിച്ചും വൈകും കൂടെ പുറത്ത് പോയി. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, വാ നമുക്ക് എന്തായാലും ഒന്ന് പുറത്ത് കറങ്ങിയിട്ട് വരാം. കാരണം ഞങ്ങൾ ജമ്മുവിൽ കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് ജമ്മുവിലായിരുന്നു. അപ്പോൾ ആ സ്ഥലമൊക്കെ ഒന്നുകൂടെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എത്ര പ്രാവശ്യം വന്ന സ്ഥലമാണ് കേട്ടോ. പിന്നെ പോകുമ്പോഴത്തേക്ക് ഭയങ്കര നൊസ്റ്റു. ഞാൻ ഏറ്റവും മിസ് ചെയ്യുന്നതാണ് ജമ്മു. ഞാൻ ആദ്യമായിട്ട് പോകുന്ന ഒരു ആർമി ക്യാൻ്റ് എന്ന് പറയുന്നത് ജമ്മു ആണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ ആ ഒരു ഫീൽ ഒരു വല്ലാത്ത ഫീലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ജമ്മുവിലെ ക്യാൻറ്റും ജമ്മുവും അവിടുത്തെ കുറേ സ്ഥലങ്ങളും ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് അങ്ങ് പ്രിയമാവും. അങ്ങനെ ഭയങ്കര നൊസ്റ്റു അടിച്ചാണ് ഞങ്ങൾ ഈ നടക്കുന്നത്. അപ്പോഴത്തേക്കൊക്കെ അവിടുത്തെ ഷോപ്പൊക്കെ ക്ലോസ് ആയി. ഡൽഹി പോലെയല്ല, ഇവിടെ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിലൊക്കെ പോലെ പെട്ടെന്ന് കടകളൊക്കെ ക്ലോസ് ആകും. ഇതങ്ങനെ ഒരു ടൂറിസ്റ്റ് ഏരിയ ഒന്നും അല്ല കേട്ടോ. നമ്മൾ ക്യാൻറ്റീൻ അടുത്താണെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ നടന്നു കുറേ നടന്നു. അപ്പോഴത്തേക്ക് വൈകുന്നേരം എനിക്ക് ഇനി നടക്കാൻ വയ്യ അമ്മേന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പിന്നെ ഇപ്പോൾ ഫുഡേ കഴിക്കേണ്ടെന്ന് വെച്ചു. കാരണം നമ്മൾ നല്ല ലേറ്റ് ആയിട്ടാണ് ലഞ്ച് കഴിച്ചു കേട്ടോ. അപ്പം പിന്നെ ഡിന്നറൊന്നും കഴിക്കേണ്ട, നേരെ തിരിച്ച് അങ്ങനെ വന്നു കിടന്ന് പിന്നെ ഉറങ്ങി. ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. നെക്സ്റ്റ് ഡേ ഞങ്ങൾ റെഡി ആവുകയാണ് പുറത്തോട്ടൊക്കെ ഒന്ന് പോകാനായിട്ട്. അപ്പം ഇനിയും പറഞ്ഞാൽ വീഡിയോ കുറച്ചുകൂടി ലെങ്തി ആയിപ്പോവും. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഓക്കെ, ബൈ.